പരിഹാരങ്ങൾ സ്വീകരിച്ചതിൽ സാധിക്കും. അതിൽ സർക്കാരിന് വാസ്തവത്തിൽ ഒരു രൂപ പോലും കൊടുക്കേണ്ട സാഹചര്യമില്ല. ഇനി കൊടുക്കുന്നു എന്ന് വയ്ക്കുക, അങ്ങനെയെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഈ 2000 കോടിയുടെ കണക്ക് എങ്ങനെ ഉണ്ടായതാണ്? അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവും. അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു കൊട്ടക്കണക്കല്ലേ? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. സന്തോഷ് പണ്ഡിറ്റ് എന്ന സിനിമക്കാരൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അവകാശവാദം പൊളിച്ചടുക്കുകയാണ്. ഇന്നലെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു അഭിമുഖം ഞാൻ എടുത്തിരുന്നു. വരും ദിവസങ്ങളിൽ അത് കൊടുക്കും. ആ അഭിമുഖത്തിൽ വയനാട് പുനരധിവാസത്തെ കുറിച്ച് ഞാൻ ചോദിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു കണക്കുണ്ടായി. 20 ലക്ഷം രൂപ വെച്ച് 500 വീട് വെച്ച് കൊടുത്താൽ അവർക്ക് ഒരു വർഷം താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, വാടക അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണ സാധനങ്ങൾ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ, അവരുടെ സ്കൂൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്താൽ കേവലം 150 കോടി രൂപയെ ചെലവാകൂ എന്ന് സന്തോഷ് പണ്ഡിറ്റ് തെളിവ് സഹിതം വിശദീകരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി തരാം. ഇത് പലരും മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ് വാസ്തവം. ഈ 150 കോടി രൂപയ്ക്ക് വേണ്ടിയാണ് 2000 കോടി രൂപ മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെടുന്നത്. തള്ളല് നിർത്തിയില്ല ഷർഫേ, സത്യമായിട്ടും എന്തിനാ ഇങ്ങനെ തള്ളണ ഷർഫേ? 150 കോടി രൂപ ശേഖരിക്കാൻ ഒരു പ്രയാസവുമില്ല. 50 കോടിയിലധികം ദുരിതാശ്വാസ നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്നു. ലീഗ് ശേഖരിക്കുന്ന പണം ഏതാണ്ട് 10 കോടിയായിരിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾ പിരിക്കുന്ന പണമെല്ലാം ചേർത്താൽ 100 കോടിയാകും. ഈ ചെലവിൽ മഹാഭൂരിപക്ഷവും വീട് വയ്ക്കാനാണ്. വീട് വയ്ക്കാൻ 100 കണക്കിന് ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. അവരുടെ സഹായമില്ലെങ്കിൽ പോലും 150 കോടി മതി എന്ന് കൃത്യമായി സന്തോഷ് പണ്ഡിറ്റ് കണക്കുകൾ സഹിതം വിശദീകരിക്കുന്നു. വിശ്വാസമില്ല അല്ലേ? കാണണം ചിലർ 100 വീട് കൊടുക്കുക, 50 വീട് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അത് ഇനി കയ്യടിക്ക് വേണ്ടി പറയുന്നതാണോ ഒറിജിനലാണോ? ഇപ്പൊ നിലവിൽ കൊടുക്കാന്ന് പറഞ്ഞ വീടിന്റെ എണ്ണം ഒന്ന് കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ 1000 കിട്ടും. ആകെ 400 വീട് മതി അല്ല? അതും ശരിയാ അല്ല, പോട്ടെ 500 കൂട്ടുക. അപ്പോ ഇവരെല്ലാം കൊടുക്കുമെന്നും കോളേജ് കൊടുക്കാന്ന് പറഞ്ഞ ആള് കോളേജ് കടന്നു. പക്ഷേ ഈ ക്യാമ്പിൽ നിന്ന് ആളുകൾ ഇറക്കുകയും, ഞാൻ സന്തോഷം കൊണ്ടിട്ട് ആലോചിക്കുന്ന കാര്യം, ഈ ഇവിടെ ചില റെഡിമെയ്ഡ് നന്മമരങ്ങൾ ചിലപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടാവും, ബീഫ് കൊടുക്കുന്നുണ്ടാവും, പൊറോട്ട കൊടുക്കുന്നുണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ വാർത്താ പ്രാധാന്യം ചാനൽ ഒന്നങ്ങോട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ, അർജുൻ്റെ ആ കേസൊക്കെ വരുമ്പോൾ ഫുൾ ടൈം അവരത് കർണാടകയൊക്കെ കാണിച്ചു, നല്ല കാര്യമാണ്. പക്ഷേ വയനാട് വന്നോടെ പിന്നെ അത് ഓർമ്മയില്ല. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഒരു ന്യൂസ് കാര്യമായിട്ട് കാണില്ല. സോ ഇവർ ഒരു വാടക വീട് എടുത്ത് സ്വന്തമായ വീട് സർക്കാരോ ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുന്നവരെ ഇവരുടെ ജീവിതം എന്തെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എപ്പോഴും വരുമ്പോൾ ഞാൻ പലട്ടും പറയാം, എടാ കിട്ടുന്ന ഒരുവിധം സാർ തീരെ ചെറിയ വീട്, നമ്മൾ എന്തിനാ ചെറുതോ വലുതോ നോക്ക്, ഒരു വീട്, കാരണം വാടക വീടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സാധനം കൊടുക്കാൻ പറ്റും. അത് ശരിയാ. എൻ്റെ മനസ്സിലുള്ളത്, സപ്പോസ് ഞാനാണ് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഭരണാധികാരി ആണെങ്കിൽ ഒരു 7 ലക്ഷം രൂപ ഒരു എവറേജാണ് ഞാൻ പറയുന്നത്. ആ ഏരിയയിലൊക്കെ ഞാൻ സെൻറ്റിൻ്റെ വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 സെൻറ്റ് കിട്ടും. ഒരു 7 ലക്ഷം രൂപ നമ്മൾ അവരുടെ ആളുകളോട് തന്നെ പറയാം, എടാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തോ. അപ്പം നടക്കുന്ന കാര്യം, കാരണം ഇനി ചൂരൻ മലയും മുണ്ടക്കൈയും ഒന്നും നടക്കൂല. അതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 7 ലക്ഷത്തിന് ഇവർ തന്നെ ഒരു സ്ഥലം കണ്ടെത്തുന്നു. ഇനി സർക്കാർ കണ്ടെത്തി ഞങ്ങൾക്ക് എന്തോ സ്ഥലം തന്നു എന്ന് പറയണ്ടല്ലോ. ഒരു 20 ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത വീടുണ്ടാക്കാം സാർ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? 1 ലക്ഷം രൂപ ഇവരുടെ വാടക ഇനത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവരിപ്പോൾ എന്തുകൊണ്ടാണ് ചെറിയപ്പത്തിന് ഞാൻ വിളിക്കുമ്പോൾ സന്തോഷ് സാറേ അവർ 4000 ചോദിക്കുന്നു. അപ്പോൾ ആ പൈസ ആരും ഇവർക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ടല്ലേ സാർ ഈ ബുദ്ധിമുട്ടുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഒരു 8000 രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് എൻ്റെ എവറേജ് പറയുകയാണ് എങ്കിൽ തന്നെ 96,000 രൂപയാണ് ഒരു വർഷത്തിന് വരിക. ഒരു വർഷം കൊണ്ട് ഇവിടെ വീടാവും സങ്കല്പിക്കുക, 20 ലക്ഷത്തിൻ്റെ വീട്. ശരി, ഇപ്പം ഇത്ര വരെ കൂട്ടുകയാണെങ്കിൽ തന്നെ 28 ലക്ഷം. 2 ലക്ഷം രൂപ നമ്മൾ അവർക്ക് വീട്ടു സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് വെറുതെ ഒരു റെഡിമെയ്ഡ് നമ്മുടെ സ്വപ്നത്തിൽ. സാർ 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബമായി. 500 കുടുംബമാണ് അവിടെ ബുദ്ധിമുട്ടുന്നതെങ്കിൽ സാർ 30 ലക്ഷം ഇൻറ്റു 500 കുടിച്ചു നോക്കും. അതായത് 3 കോടി 30 കോടി ഉണ്ടെങ്കിൽ 100 വീടായി. ഇനിയിപ്പോൾ അവിടെ കുറേ ഷോപ്പുകൾ പോയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിനെ കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഷോപ്പ് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആ ഷോപ്പ് കൂടെ കൂട്ടുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളോ ഇനി വേറെ മറ്റുള്ളവർ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അവർ ചെയ്യും. എല്ലാം കൂടി 200 കോടി അല്ല, ഒരു 50 കോടി ഞാൻ പറയുന്നത്. ബാക്കി ഇനി സർക്കാർ തന്നെ ആരെ പൈസ ഞങ്ങൾക്ക് വേണ്ട, കാര്യം അവതാരം വേണ്ടാൻ സർക്കാർ പറയുകയും സർക്കാർ തന്നെ ഒരു സ്കൂളും ഒരു കോളേജെല്ലാം ഉണ്ടാക്കിയാൽ 200 കോടി രൂപയുടെ
ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം 500 കുടുംബത്തിന്, മാക്സിമം 500 കുടുംബമാണ്, അവർ ആഗ്രഹിക്കുന്ന അല്ല അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു. ഈ പ്രശ്നം സോൾവ് ആവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇയാള് ഭയങ്കരനാട്ടാ. അല്ല ഞാൻ ലോജിക്കലിയാണ് ഞാൻ പറയുന്നത്. അതിന് എല്ലാവരും തയ്യാറുവാ. സർക്കാർ ഇപ്പം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടണം നിർബന്ധമൊന്നുമില്ല, എല്ലാവരും കൊടുക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് തന്നെ ഇപ്പം 10 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. സർക്കാരിന് 50 കോടി കഴിഞ്ഞു. പിന്നെ എല്ലാവരും വീട് വെക്കാന്ന് പറഞ്ഞല്ലോ, അവരോടെല്ലാം വീട് വെക്കുന്ന കാശ് കൊടുക്കാൻ പറഞ്ഞാൽ മതി. അല്ല ഞാൻ പറയുന്നത്, ഇനി അവരാരും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും 200 കോടി ഉണ്ടെങ്കിൽ എൻ്റെ ഞാൻ കണ്ട ഇത് വെച്ച് പറയാണ്, അവിടുത്തെ ബിസിനസ്സുകാർക്ക് വരെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ ഇങ്ങനെയാണോ? ഒരു പണിയെടുക്കല ബാക്കി ആൾക്കാരെ മുഴുവൻ. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കും.